CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ കുന്നംകുളം സംസ്ഥാനപാത പുറ്റേക്കരയിൽ ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് നിരവധി പേർക്ക് പരിക്ക്. പാവറട്ടിയിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന ജീസസ് എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വേലൂർ കീഴ്ത്തണ്ടിലത്തുനിന്ന് MDMAയുമായി രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തലക്കോട്ടുകര സ്വദേശി കറപ്പം വീട്ടിൽ 22 വയസ്സുള്ള നാസിൽ, കുന്നംകുളം വെസ്റ്റ് മങ്ങാട് പാക്കത്ത് വീട്ടിൽ 32 വയസ്സുള്ള പ്രജീഷ് എന്നിവരെയാണ് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. മേഖലയിലെ പെരുന്നാളുകൾക്ക് തുടക്കം കുറിക്കുന്ന ആർത്താറ്റ് പെരുന്നാളിന് ഒരുക്കങ്ങളായി. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാൾ സെപ്റ്റംബർ 7-8 തീയതികളിൽ. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. വേലൂരിൽ ജ്വല്ലറിയിൽ മോഷണം. മേക്കാട്ടുകുളം വീട്ടിൽ ഫ്രാൻസിയുടെ ഉടമസ്ഥതയിലുള്ള ജോസൺസ് ഫാഷൻ ജ്വല്ലറിയിലാണ് വ്യാഴാഴ്ച രാത്രി 8:30 മോഷണം നടന്നത്. യുവാവ് തന്ത്രത്തിൽ മാലയെടുത്ത് ഓടുകയായിരുന്നു. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഗുരുവായൂർ നഗരസഭയെ അതിദാരിദ്ര്യവിമുക്ത നഗരസഭയായി NK അക്ബർ MLA പ്രഖ്യാപിച്ചു. നവംബർ 1 കേരളമൊന്നാകെ അതിദാരിദ്ര്യവിമുക്തമാകുന്നതിന് മുന്നോടിയായാണ് ഗുരുവായൂർ ദാരിദ്ര്യവിമുക്തമായത്. മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രാത്രി പോസ്റ്റ്മോർട്ടം ആരംഭിച്ചു. പൊതുജനത്തിന്റെയും പോലീസിന്റെയും അനാവശ്യമായ അലച്ചിലും കാത്തിരിപ്പുമാണ് ഇതോടെ ഒഴിവാകുന്നത്. കുന്നംകുളത്ത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. കുന്നംകുളം പാറയിൽ റോഡിൽ പ്രവർത്തിക്കുന്ന SG സ്റ്റോഴ്സ് എന്ന മൊത്തവിതരണ സ്ഥാപനത്തിൽ നിന്നാണ് 4 ചാക്കുകളിലായി സൂക്ഷിച്ച 5000-ലധികം പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. എരുമുപെട്ടി പതിയാരത്തെ തെരുവുനായ ആക്രമണം. ആളുകളെ ആക്രമിച്ച തെരുവുനായയെ പിടികൂടാൻ കഴിയാത്തത് പ്രദേശവാസികളെ പരിഭ്രാന്തിയിലാക്കുന്നു. വ്യാഴാഴ്ച വൈകിട്ട് 5:00 പേവിഷബാധയുടെ ലക്ഷണങ്ങളുള്ള നായ 3 പേരെ കടിച്ച് പരിക്കേൽപ്പിച്ചത്. എരുമുപെട്ടി പതിയാരത്ത് തെരുവുനായയുടെ ആക്രമണത്തിൽ ഇരയായവർക്ക് ചികിത്സാ സഹായം നൽകണമെന്ന് BJP ആവശ്യപ്പെട്ടു. പരിക്കേറ്റ പതിയാരം ആളൂർ വീട്ടിൽ അജി, ഇഗ്നേഷ്യസ് എന്നിവരെ BJP നേതാക്കൾ സന്ദർശിച്ചു. വീടിന് മുകളിൽ നിന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഗുരുവായൂർ തിരുവെങ്കിടം അയോധ്യ നഗറിൽ കൂട്ടാലയിൽ പരേതനായ മോഹനൻ മകൻ രാജീവാണ് മരിച്ചത്. ഗുരുവായൂർ തമ്പുരാൻപടി വായനശാലയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് നഗരസഭ 2025-26 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജന സംഗമം നടത്തി. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം നഗരസഭയിലെ 28-ാം വാർഡ് ചെമ്മണ്ണൂർ സൗത്ത് പടുത്താംകുളങ്ങര റോഡ് കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിച്ചു. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തും ആയുഷ്, ആയുർവേദ, ഹോമിയോ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും നടത്തി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാൾ സെപ്റ്റംബർ 1 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചോതിദിനത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശിവന്റെ രൂപത്തിൽ പൂക്കളമൊരുക്കി. ഗുരുവായൂരിലെ പൂക്കച്ചവടക്കാരനായ രതീഷ് തെക്കാട്ടിന്റെ വകയായാണ് ശിവരൂപത്തിൽ പൂക്കളം തീർത്തത്. വടക്കേകാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ ചോർച്ചയടയ്ക്കാനും മറ്റ് നിർമ്മാണങ്ങൾക്കുമായി 9,30,000 രൂപ MLA ഫണ്ടിൽ നിന്നും അനുവദിച്ചു. സാങ്കേതികാനുമതി ലഭിക്കുന്ന മുറയ്ക്ക് കരാർ നടപടി ആരംഭിക്കും. ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി പൊന്നീർകുളം കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷകർക്ക് നെൽവിത്ത് വിതരണം ചെയ്തു. പാലക്കാട് നിന്ന് ഗുരുവായൂരിലേക്ക് വിവാഹ സംഘവുമായി എത്തിയ വാഹനത്തിന്റെ ഡ്രൈവർ കുഴഞ്ഞു വീണു മരിച്ചു. പാലക്കാട് തേങ്കുറിശി ഹരിശ്രീയിൽ 58 വയസ്സുള്ള മണികണ്ഠനാണ് മരിച്ചത്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പൊന്നീർകുളം വെസ്റ്റ് മേഖലാ സമ്മേളനം അണ്ടത്തോട് VP മാമു സ്മാരക ഹാളിൽ നടത്തി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ ചാവക്കാട് ഉപജില്ലാ കമ്മിറ്റി മാറിയ പാഠപുസ്തകങ്ങളും മാറേണ്ട അധ്യാപകരുമെന്ന ശീർഷകത്തിൽ അധ്യാപകർക്കായി IT ശില്പശാല സംഘടിപ്പിച്ചു. തെരുവുനായ ശല്യം രൂക്ഷമായിട്ടും നടപടികൾ സ്വീകരിക്കാത്ത പഞ്ചായത്ത് അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് SDPI പൊന്നീർകുളം പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. വെൽഫെയർ പാർട്ടി കടവലൂർ പഞ്ചായത്ത് 15-ാം വാർഡ് പെരുമ്പിലാവിലെ പ്രവർത്തക കൺവെൻഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം MK അസ്ലം ഉദ്ഘാടനം ചെയ്തു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.